മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. സോഷ്യൽ മീഡിയയിൽ വൈറലായ ശ്രീലക്ഷ്മിയാണ് നമുക്കപ്പോൾ ഉള്ളത്. അപ്പോ നാട് മുഴുവനും വൈറലാണ്. അതെ, ഒരു കണക്കിന് അതെ. എനിക്കിപ്പോ ഒരു 22 വയസ്സാണുള്ളത്. ആൻഡ് ഞാൻ വളരെ റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഈ ഷൂട്ട് ചെയ്തപ്പോ തന്നെ എനിക്ക് ഒരുപാട് പോസിറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവിന്റെ കൂടെ തന്നെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് വരുന്നുണ്ട്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്, പോവാൻ നോക്കടാ. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം ഞാനത് ചെയ്യുള്ളൂ. കാരണം ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് വരുന്നതാണ്. ആയിക്കോട്ടെ, എനിക്ക് സഡൻ ആയിട്ട് എനിക്ക് ഗ്ലാമറസ് ആയിട്ടുള്ള ഒന്നും ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നാരായണ നാരായണ എന്തോന്നടാ ഇതൊക്കെ നാണക്കേട്. എനിക്ക് സഡൻ ആയിട്ട് എനിക്ക് ഗ്ലാമറസ് ആയിട്ടുള്ള ഒന്നും ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നമ്മളെ കൺസേൺ ചെയ്ത് പറയുന്നവരും ഉണ്ട്. ആൻഡ് സെയിം ടൈം ഈ കമന്റ്സിൽ വന്ന് വളരെ മോശമായിട്ട് പറഞ്ഞിട്ട് പേഴ്സണൽ മെസ്സേജിൽ വന്ന് നമ്മളോട് നല്ല രീതിയിൽ ഫ്ലേർട്ട് ചെയ്ത് മെസ്സേജ് അയക്കുന്നവരുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതാ അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണ്, അല്ലാതെ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണ്. ഇപ്പം ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമില് കമന്റ്സ് ഓഫ് ആക്കിയാലും ഇത് വേറെ സ്ഥലത്ത് പോസ്റ്റ് ചെയ്യുമല്ലോ, വേറെ FB-യിലായിക്കോട്ടെ, അവിടെയൊക്കെ വന്ന് കമന്റ്സ് ചെയ്യുന്നത് വായിക്കാൻ പോലും കൊള്ളാത്താണ് കമന്റ് ചെയ്യുന്നത്. ആരാധകർ ഭയങ്കര മുറവിളിയാണ്. അങ്ങനെ വലിയ ആരാധകരൊന്നുമില്ല. ഉണ്ട്. ഈ മഞ്ഞ പടം കണ്ടപ്പോ ഞങ്ങൾ എല്ലാവരും നോക്കിയായിരുന്നു, ഇത് ഏത് പെണ്ണാണെന്ന് നോക്കിയായിരുന്നു. അപ്പൊ പിന്നെ നോർമലി ആരാധകർ ഒരുപാട് ഉണ്ടാവില്ല. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. ഞാൻ പോകുന്നു. ബൈ ബൈ.